ഹലോ, അസ്സാം വലൈക്കും. ഇപ്പോൾ അറബ് രാജ്യങ്ങളിലൊക്കെ നല്ല ചൂടിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ഈ ചൂടും വെയിലും ഒക്കെ കൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടാകുക. അതൊക്കെ അറബിയിൽ എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ. ഒന്നാമത് തന്നെ ഈ ചൂടിന് എന്താ പറയുന്നത്? ചൂടിന് ഹർ എന്ന് പറയുമല്ലോ. ഹർ അതേ സ്ഥാനത്ത് ഹറാറ എന്നാണ് സാധാരണ പറയുക. രണ്ടും ഒരേ സംഗതി തന്നെയാണ്, ഹറാറ. അപ്പൊ നല്ല ചൂടാണെന്ന് ഇങ്ങനെ പറയാം. ഇങ്ങനെ ഹറാറ ഷദീദ്. ഈ ഷദീദ് എന്ന വാക്കിന് നമുക്ക് വേറൊരു വേർഡ് കൂടിയുണ്ട്, വായിദ് എന്ന് പറയും. ഇപ്പൊ എമിറേറ്റ്സിലൊക്കെ വായിദ് എന്ന് പറയും, അത് വാജിദ് എന്നും പറയും, കസീർ എന്നും പറയും. നമ്മൾ മലയാളത്തിൽ ധാരാളം, ഭയങ്കരം, ശക്തമായത്, ഇങ്ങനെ പല വാക്കുള്ളത് പോലെ അറബിയിൽ തന്നെ ഉണ്ട്. അപ്പം 3 വാക്കുകൾ പറഞ്ഞു: ഹറാറ ഷദീദ്, ഹറാറ വായിദ്, ഹറാറ കതീർ. ഓക്കെ, ഇങ്ങനെ പറയും. അതുപോലെ സൂര്യൻ എന്താ പറയുന്നത്? സൂര്യന് ഷംസ് എന്നാണ് പറയുന്നത്. ഷംസ് എന്ന് പറയും. രസമുള്ളത് ഇനിയിപ്പോ വെറുതെ സൂര്യന്റെ ഒരു വെയിലുണ്ടാവുമല്ലോ, ഷംസ് തന്നെയാണ് പറയാം. അപ്പൊ നല്ല വെയിലാണ് കേട്ടോ പുറത്ത്, അങ്ങനെ പറയാം. ഷംസ് ഷദീദ് ബർറ, ഷംസ് വായിദ് ബർറ എന്ന് പറയും. അപ്പോൾ ഷംസ് എന്ന വാക്കിന് വെയിൽ എന്നതും സൂര്യൻ എന്നതും പറയാം. പൊതുവെ നമ്മളെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ല അങ്ങനെ പറയാറുള്ളത്. ഓക്കെ, ഇന്ന് പുറത്ത് നല്ല ചൂടാണെന്ന് പറയില്ലേ, അതിന് ബർറ, ഹർ വായിദ്, ഹർ ഷദീദ് എന്ന് പറയാം. പിന്നെ നമ്മൾ സാധാരണ കറികൾ ഇപ്പോൾ ഈ വെള്ളമൊക്കെ തളച്ച് വന്നിരിക്കുന്നു എന്ന് പറയും നമ്മൾ. അതായത് ഇപ്പോൾ വെയിലത്ത് വെച്ചിട്ട് വെള്ളം തായിട്ടിട്ട് തളച്ചിട്ടുണ്ടെന്ന് പറയും. അതിന് ഹറാറ തന്നെയാണോ പറയുക? അതിന് വേറൊരു വാക്കുണ്ട്, അറിയാമോ? അതായത് വെള്ളം തിളച്ചു വന്നിരിക്കുകയാണ്, അപ്പോൾ വെള്ളം ചൂടാക്കുക എന്ന് പറഞ്ഞ് ആ രീതിയിൽ പറയുന്നത് സുഖൻ എന്നാണ് പറയുന്നത്. എന്താണ് സുഖൻ? ഹാദ മായി സുഖൻ, ഹാദ സുഖൻ എന്ന വെള്ളം തിളച്ചിരിക്കുകയാണ്. അപ്പൊ തിളച്ച വെള്ളം എന്ന് പറയാനും സുഖൻ എന്ന് പറയാം. അപ്പം നമ്മൾ പലപ്പോഴും വെള്ളം ചൂടുള്ളതാണ്, പൈപ്പ് വെള്ളം ചൂടുള്ളതാണെന്ന് പറയുമ്പോൾ മൊയ ഹാർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് ആംഗിളിലേക്ക് എത്തൂല. ഭയങ്കരമായ ചൂടാണെന്ന് പറയുകയാണെങ്കിൽ മൊയ സുഖൻ എന്ന് പറയും. അതുപോലെ ഹ്യൂമിഡിറ്റിക്ക് റുത്തൂബ എന്ന് പറയും. ഇപ്പൊ റുത്തൂബ നമ്മൾ ഈ മലപ്പുറം ഭാഷയിലൊക്കെ പറഞ്ഞ കുമ്മല് പറയും. കുമ്മൽ എടുക്കേണ്ടത്, അതായത് വിങ്ങല് എന്ന് പറയില്ല, അതാണ് സാധനം, വിങ്ങല് എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ പഴയ ആൾക്കാർ കുമ്മൽ എന്ന് പറയും. ഹ്യൂമിഡിറ്റി എന്താണ് പറയാ? ഹ്യൂമിഡിറ്റിക്ക് എന്താ പറയുക? റുത്തൂബ. ഈ റുത്തൂബ എന്ന വാക്കിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്, നനവ് എന്നർത്ഥം. ഇപ്പൊ എവിടെയെങ്കിലും വെള്ളം ഉറ്റിയിട്ട് നനഞ്ഞിരുന്നാൽ അതിനും എന്ത് പറയാറുണ്ട്? കാരണം നമ്മൾ ഈ ശക്തമായ ചൂട് കൊണ്ട് വിയർത്ത് കുളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. വിയർപ്പിന്റെയും ചൂടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥക്കാണ് വിങ്ങൽ എന്ന് പറയുന്നത്. അതാണ് റുത്തൂബ. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച ഒരു 4-5 വേർഡുകൾ നമുക്കൊന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഹർ എന്ന് പറയും, ചൂട്. ഇവിടെ ചില ആൾക്കാർ പറയും മരണ ചൂടാണ് മലയാളം, അതേപോലെ അവരും പറയും ഹർ മൗത്ത് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഹർ ഹറാറ. ഓക്കെ, ഹറാറ. മറ്റൊന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? വെയിലിന് ഷംസ്, അതേപോലെ തന്നെയാണ് സൂര്യനും ഷംസ് എന്ന് തന്നെ പറയും. വെള്ളമൊക്കെ ചൂടായി എന്ന് പറയുന്നതിനേക്കാളും തളച്ചു മറിയുന്നു എന്ന് പറയാൻ എന്ത് പറയണം? നമ്മൾ സാധാരണ സുഖൻ എന്ന് പറയും, ആദമോയ സുഖൻ എന്ന് പറയും. ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ ഹ്യൂമിഡിറ്റിക്ക് റുത്തൂബ എന്ന് പറയും. അത്തരം കുറെ വാക്കുകൾ പഠിച്ചു. അതൊക്കെ നിങ്ങൾ അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കുവാൻ അറബിക്ക് ഇനി ഫോളോ ചെയ്യുക. മാക്സിമം